മോളെ, നിന്റെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് പാട്ടഭൂമി ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിൽ ഒപ്പിട്ട് തരാൻ പണിക്കരുതേം പറഞ്ഞത്. ചേട്ടനോട് ചോദിക്കാതെ ഞാൻ ഒപ്പിടില്ല. മര്യാദയ്ക്ക് പറയുന്ന കേൾക്ക്, ഇല്ലെങ്കിൽ നിന്റെ ഓരോ വിരലുകളും വെട്ടി വിടും. ഇതിൽ ഒപ്പിടാൻ എനിക്ക് മനസ്സില്ല. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്നെ കുന്നുകളെ. പറയുന്ന അനുസരിപ്പിക്കാൻ തന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണം. എന്താണ് ഈ പറഞ്ഞത്? പാട്ടഭൂമി നീ ഒഴിപ്പിക്കുമല്ലടാ? പണിക്കരങ്ങുന്ന ഭൂമി ഒഴിപ്പിക്കും. കൃഷിക്കാരോട് മത്സരിക്കാൻ ഒരു പണിക്കർ ഇവിടെ മാത്രമല്ല എവിടെയും വളർന്നിട്ടില്ലടാ. വാസു, സംസാരിച്ച കാര്യം കുഴക്കണ്ട. നിന്നെ ഒന്നുമല്ലടാ എനിക്ക് ആവശ്യം. എനിക്ക് വേണ്ടത് പണിക്കരെയാണ്. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. സുശി എന്തിനാ അവന്മാർ വിളിച്ചപ്പോ വന്നത്? ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഇയാൾ എന്നെ വിളിച്ചോണ്ട് വന്നത്. അതൊരു ഓർമ്മ പശു പറ്റി ആള് മാറി വിളിച്ചടാ. ഇനി ഇത് ആവർത്തിച്ചാൽ രണ്ടിന്റെ എല്ല് ഞാൻ ചവിട്ടി ഓടിക്കും. ഞങ്ങളുടെ കൃഷിഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മംഗലത്ത് പണിക്കരെ വെട്ടി നുറുക്കി വയലിൽ തന്നെ ഇടുമെന്ന് പറഞ്ഞേക്കടാ. സുശി. അയ്യോ വാസു, ഇനി അവൻ വരുമോ? എന്നെ കാണാൻ വരുന്നത് നിനക്ക് കുറച്ചിലായിരിക്കും. ഓ, ഞാൻ വരുന്നത് ജയിലിൽ നിന്നാണല്ലോ. അതുകൊണ്ടല്ലടാ ഞാൻ വരാതിരുന്നത്. പിന്നെ എന്നെ കാണാൻ ഒരു പട്ടിയും വരണ്ടടാ. ഞാനും എന്റെ പെങ്ങളും നിന്റെ അച്ഛന്റെ വണ്ടിയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടാണ് അന്ന് ഇവിടെ എത്തിയത്. നിന്റെ അച്ഛൻ ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവമായി. അതുകൊണ്ട് മാത്രമാണടാ ഞാനിവിടെ തിരിച്ചു വീണ്ടും വന്നത്. അണ്ണം വേണ്ടാത്ത വിധത്തിലൊക്കെ ചിന്തിക്കുന്നത്. അവൾക്ക് സുഖം തന്നെയല്ലേ? നീ കൂടെ കൂടെ ഹോസ്റ്റലിൽ പോകാറില്ലേ? അല്ലണ, ഈ ജയിലിൽ അടിയടിയോ വല്ലതും ഉണ്ടോ? ഏയ്, സപ്രമഞ്ചക്കെട്ടിൽ കിടത്തി പനിനീരിൽ മുക്കിയ വെഞ്ചാമരം കൊണ്ട് ഇങ്ങനെ വീശുകയല്ലേ. നീ വേഗം ഒരുങ്ങ്. അവളോട് ഞാൻ ജയിലിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും പറഞ്ഞത് ഈ ജയിലിൽ നടന്നു കയറുന്നവൻ ഇഴഞ്ഞേ ഇറങ്ങി വരുള്ളൂ. അണ്ണനെ കണ്ടിട്ടൊക്കെ തോന്നുന്നില്ല. ഞാൻ എന്റെ പെങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എനിക്ക് അവളെ ഉടനെ കാണണം. അണ്ണൻ എന്നെ എന്താടാ കാര്യം പറയൂ. പെങ്ങളുട്ടി പെങ്ങളുട്ടിയെ കാണാനില്ല. ഇതിനോട് അവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയത്. അവൾ എവിടെ പോയി? അവൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ആർക്കൊരു വിവരമില്ല. കൊച്ചുനാളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയപ്പോഴും കടത്തിനുകളിൽ കിടന്നുറങ്ങിയപ്പോഴും അവളെ എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അവളെ നിന്നെ ഞാൻ ഏൽപ്പിച്ചത് തെറ്റായിപ്പോയി. എനിക്ക് ഈ ലോകത്തുള്ള ഒരേ ഒരു ബന്ധു അവളായിരുന്നു. അവൾക്ക് ഞാൻ. അണ്ണാ, അതെന്റെ തെറ്റല്ല. എല്ലാ ദിവസവും ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. ഈ ലോകത്ത് അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ആരായാലും അവനെ ഞാൻ അരിഞ്ഞ് തെരുവിലെറിയും. തീർച്ച. യക്ഷിയാണമ്മേ, മനുഷ്യരെ പിടിച്ച് ഞാൻ വഴി ഞാൻ പിടിച്ചോണ്ട് പോകുന്നു. ഓഹോ, അപ്പോ നീ ഇതും തുടങ്ങിയോ? നീ ഏതാടി പെണ്ണെ? ഞാൻ ഇവിടെയുള്ളതല്ല. ഭയന്നോടി കയറിയത് ഇവിടെ ആയിപ്പോയി. എനിക്കിവിടെ എങ്ങും പരിചയമില്ല. ഈ രാത്രി എന്നെ പറഞ്ഞേക്കല്ലേ. അതിരാവിലെ ഞാൻ പോയിക്കോളാം. ശരി, വാ. ആരാണ് മിസ്ത്രി? യക്ഷിയാണെന്നൊക്കെ നീയല്ലേ പറഞ്ഞത്? ഞാനും. ആ, അതിന് നിനക്ക് ബോധമുണ്ടായിരുന്നെങ്കിലല്ലേ. ശേഖര, ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. കണ്ടില്ല. തിരിച്ചു ചെല്ലേണ്ടത് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കാണ്. ഇവിടെ മുന്നോട്ടെന്ന് ചോദിക്കുന്നു.
എന്റെ അഭിപ്രായം അമ്മയുടെ ഇഷ്ടം പോലെ ആ പുരയും പുരയിടവും ഇനി നിനക്കുള്ളതാണ്. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്താടാ നിന്റെ മംഗലത്ത് ശേഖരൻ കുഞ്ഞിനെ തിരക്കി ഒരു പെണ്ണ് കൈക്കുഞ്ഞുമായി അവിടെ വന്നിരിക്കുന്നു. എന്താടാ നീ പറയുന്നത്? ഞാൻ പറയുന്ന സത്യമാണേ. നിനക്ക് തലയ്ക്ക് കിട്ടു തുടങ്ങിയിട്ടുണ്ടോ? എന്റെ തലയ്ക്ക് കിറുക്കാണെങ്കിലും പെണ്ണ് മംഗലത്ത് തന്നെ ഉണ്ട്. എന്ത്? അവളവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. അത്രയ്ക്ക് അഹങ്കാരമോ അവൾക്ക്? മംഗല തറവാട്ടിൽ ആണുങ്ങൾക്ക് നാട്ടിൽ പല ബന്ധങ്ങളും കാണും. അതുകൊണ്ട് ആരും ബലമായി കയറി താമസിക്കാമെന്ന് കരുതണ്ട. നീ മംഗലത്തിൽ നിന്ന് ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ എവിടെ? അങ്ങൊന്ന് മുറിയിലുണ്ട്. എന്തായി കഴിഞ്ഞില്ലേ? ഇതേ പഴം തൊലി കളഞ്ഞ് തിന്നുന്ന പോലല്ല. ഇതിനകത്ത് കാറിന്റേതായ യാതൊന്നുമില്ല. വേറൊരു കാറ് കൊണ്ടുവന്നാൽ അതിനകത്തുള്ളതെടുത്ത് ഇതിനകത്ത് വെച്ച് ഞങ്ങളൊരു പരുവത്തിലാക്കി തരാം. അല്ല വേറെ വാങ്ങിക്കുന്നതാ നല്ലത്. അല്ല ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അണ്ണാ നമുക്കൊരു ജാക്കി സംഘടിപ്പിക്കാതെ ഒരു രക്ഷയില്ല. പൊക്കി പിടിക്കടാ. പൊക്കി അവസാനം പൊങ്ങാതാകുമെന്ന് തോന്നുന്നേ. അണ്ണനെങ്ങോട്ടാ? ഞാനിപ്പോ വരട്ടെ. ആരായിരുന്നു അണ്ണാ അത്? ആ റാസ്കൽസ് തന്നെ. അവരായിരുന്നു എന്നെ ജയിലിൽ അയച്ചത്. അന്ന് ആ സ്ത്രീയെ കൊല ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടത് ഇവരായിരുന്നു. ഏതോ ഒരു കുറിപ്പിന് വേണ്ടിയാണ് അത്ര അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവന്മാർ അണ്ണനെ തിരക്കി നടക്കായിരിക്കും. അവന്മാർ എന്തെങ്കിലും എന്റെ കൈ വന്ന് വീഴും. അപ്പോ നമുക്കൊരു വിദ്യ ചെയ്യാം. നമ്മുടെ ഷെഡിന്റെ മുമ്പിൽ
അണ്ണന്റെ ഒരു ഫോട്ടോ വലുതാക്കി ഫ്ലെയിം ചെയ്ത് വെച്ചാൽ എന്താ? എങ്ങനെയുണ്ട് ഐഡിയ? കേട്ടവൻ എന്നാ വേറെ ഐഡിയ. എനിക്ക് കേൾക്കണ്ട, നീ ഒന്ന് പൊക്കി പിടിച്ചു. പൊക്കി പൊക്കി അവസാനം ഞാനൊരു ജാക്കി ആവുമോ ദൈവമേ? പൊക്കടാ. അതൊരു പാവം പെണ്ണ, ബന്ധുക്കളായിട്ട് ആരുമില്ല. ഞാനാ അവളോട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. ചേച്ചി ഒരു ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിച്ചു. അവനെ തിരക്കി വന്നവളാണ്. അയ്യോ, അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. അവന്റെ അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു അറിയാമല്ലോ. പക്ഷെ അന്നൊന്നും ആരും വീട് തേടി വന്നിട്ടില്ല. ഇപ്പൊ അതുകൊണ്ടായി. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. നിർബന്ധമാണെങ്കിൽ നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. അവൻ നന്നാവുമോന്ന് എനിക്കൊന്നറിയണം. ഇവിടെ ഒരുത്തി ആർക്കും കൊടുക്കാതെ നിർത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം. അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ മകനെ പിടിച്ചൊന്ന് കൊണ്ടുപോഷിക്കും. ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. നീ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. കേശവ, എന്തോ കേശവ, എന്തോ? അവൾ ഏതാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു വെക്കണം. ഓ, അന്വേഷിച്ചേക്കാം.